നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരു നെയിം ഇഷ്യൂവിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ മുന്നേ ചെയ്തുള്ള ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണിത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഇഷ്യൂസ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളുടെ പാൻ കാർഡിൽ നമ്മളുടെ പേരിലോ അല്ലെങ്കിൽ അച്ഛന്റെ പേരിലോ ഒക്കെ ഇനീഷ്യൽ മാത്രമായിട്ടാണ് ഉള്ളത് എങ്കിൽ ആ പാൻ കാർഡ് അക്സെപ്റ്റ് ആകില്ല, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. സോ അതിനെ കുറിച്ചുള്ള ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആക്കേണ്ടത്. ഒരുപാട് പേർക്ക് PF അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ആധാർ പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് വരും. സോ ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നെയിം ഇഷ്യൂസ്, എങ്ങനെയാണ് ഈ നെയിം ഇഷ്യൂസ് സംഭവിക്കുന്നത്. ചിലർ പറയും എന്റെ പാൻ കാർഡിലും ആധാർ കാർഡിലും പേര് ഒരേപോലെയാണല്ലോ, പിന്നെ എങ്ങനെയാണ് എന്റെ ഇത് മിസ്മാച്ച് ആവാത്തത്, സോ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഇഷ്യൂ ആണ് എന്നൊക്കെ ഒരുപാട് പേര് പറയും. സോ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് ഡെമോ പാൻ കാർഡ് തന്നെ കണ്ടിട്ട് തുടങ്ങാം. ഓക്കെ, ഒരു ഡെമോ പാൻ കാർഡിന്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഒരു പാൻ കാർഡ് ഉണ്ടാവുക. അതൊരു ഡെമോ പാൻ കാർഡ് ആണ്. സോ ആദ്യത്തെ മുകളിലെ പേര് എന്ന് പറയുന്നത് നമ്മളുടെ പേര്, താഴെ അച്ഛന്റെ പേര്, ഇത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ പാൻ കാർഡ് നമ്പർ, ഇവിടെ നിങ്ങൾ പോട്ടുക സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഇത് പാൻ കാർഡ് ഡെമോ മാത്രമാണ്, ഒറിജിനൽ പാൻ കാർഡ് അല്ല. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതില് മിസ്റ്റേക്ക് വരാൻ സാധ്യത എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ അച്ഛന്റെ പേരിലായിരിക്കും. സോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് രഞ്ജിത്ത് TK എന്നാണ് പാൻ കാർഡിലുള്ളത്, ആധാറിലുള്ളത് രഞ്ജിത്ത് എന്നാണ്, വോട്ടർ ഐഡിയിലുള്ളത് രഞ്ജിത്ത് എന്നാണ് എന്ന് വിചാരിക്കുക. സോ ബേസിക്കലി രഞ്ജിത്ത് TK എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലൊരു കസ്റ്റം വെച്ച പേര് ഇനീഷ്യലോട് കൂടി തന്നെയായിരിക്കും നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക. സോ നിങ്ങൾ ആധാറിൽ പേര് കൊടുക്കുന്ന സമയത്ത് പേര് മാറിയതായിരിക്കാം, വോട്ടർ ഐഡിയിൽ കൊടുക്കുന്ന സമയത്ത് മാറിയതായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. സോ ഇതിലിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രഞ്ജിത്ത് TK തന്നെയാണ് നിങ്ങളുടെ ഒറിജിനൽ പേര് എന്ന് വിചാരിക്കുക. നിങ്ങൾ പാൻ കാർഡിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഫുൾ നെയിം ആയിരിക്കും കൊടുക്കാൻ പറയുക. ഓക്കെ, സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേര്, ഒറിജിനൽ പേര് രഞ്ജിത്ത് TK എന്നാണെങ്കിൽ പാൻ കാർഡിൽ നമ്മൾ കൊടുക്കുമ്പോൾ രഞ്ജിത്ത് താനു കണ്ണൻ ചുമ്മാ ആണ് ഇടുന്നത്. സോ ഇതാണ് നിങ്ങളുടെ മുഴുവൻ പേര് എന്ന് വിചാരിക്കുക. സോ പാൻ കാർഡ് സൈറ്റിൽ ഇങ്ങനെയുള്ള പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ നിങ്ങൾ ആധാർ പാൻ കാർഡ് മാച്ച് ആയി എന്ന് ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ ആധാർ പാനിന് മിസ്മാച്ച് ആകും. സോ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പേര് കൊടുത്തിരിക്കുന്ന വ്യത്യാസമാണ്. ചിലരുടെ കാര്യങ്ങളിൽ എന്താന്ന് വെച്ചാൽ ആധാറിലും രഞ്ജിത്ത് TK ആയിരിക്കും, പാൻ കാർഡിലും രഞ്ജിത്ത് TK ആയിരിക്കും, പക്ഷെ അപ്പോഴും മിസ്മാച്ച് ആവും. സോ അതിനും ഒരു ഇഷ്യൂ ഉണ്ട്. സോ ആദ്യം നമ്മളുടെ പേരുള്ള ഇഷ്യൂസ് നമുക്ക് ആദ്യം റെക്ടിഫൈ ചെയ്യാം. അതിനുശേഷം ഫാദർ നെയിമിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തത് പുറമെ ഈ ഷോപ്പ് അപ്ലൈ ചെയ്യുന്ന ഷോപ്പ് എന്നൊക്കെ ആയിരിക്കും. ഇതിൽ ഒരു 80% ഷോപ്പുകാർക്കും ഇതൊരു ബിസിനസ് ആണ്. അവർ പെട്ടെന്ന് ചെയ്യും. ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുന്ന ആ ഒരു, അതായത് ആ ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്തില്ലെങ്കിലാണ് ഇങ്ങനത്തെ മിസ്റ്റേക്ക് സംഭവിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു ആധാർ ആപ്ലിക്കേഷന്റെ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് 3 കോളം കാണാം: സർനെയിം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം. ഓക്കെ, സോ ഇതിൽ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും, സർനെയിം അതല്ലെങ്കിൽ അവസാന പേര്, ലാസ്റ്റ് നെയിമിന്റെ ഭാഗത്താണ് ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്, മാൻഡേറ്റ് ആണ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ചിലർക്ക് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇനീഷ്യൽ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ആൾക്കാര് അവര് ലാസ്റ്റ് നെയിം ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രഞ്ജിത്തിൽ തന്നെ നമ്മളുടെ എല്ലാ ഡോക്യുമെന്റും രഞ്ജിത്ത് ആണെങ്കിൽ ലാസ്റ്റ് നെയിമിലേ കൊടുക്കാൻ പറ്റൂ. ഫസ്റ്റ് നെയിം മാത്രം കൊടുത്ത് ലാസ്റ്റ് നെയിം ഇല്ലാതെ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വെറും പേര് രഞ്ജിത്ത് എന്ന് കൊടുക്കും. എന്നിട്ട് ഡിസ്പ്ലേ നെയിം പോലെ നമുക്ക് വരില്ലേ, ആ ഡിസ്പ്ലേ നെയിമിലും നമ്മൾ ഈ പേരിനെ കൊടുക്കും. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റ് ആണെന്ന് വെക്കുക. ഓക്കെ, ചില പേര് എന്താണെന്ന് ചെയ്യാല്, ഇതിൽ ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പാൻ കാർഡ് തന്നെ ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ കാർഡിൽ പ്രിന്റ് ആവുന്നത് ആ ഡിസ്പ്ലേ നെയിം ആണ്. സോ അത് പാൻ കാർഡ് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കും. സാധാരണ ഇത് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുന്ന യൂസർ ഇന്റർഫേസ് ആണ്. ഇതിൽ ഇപ്പൊ ഞാൻ മുന്നേ ഏജൻസി വെച്ചപ്പോൾ നമുക്കൊക്കെ വേറെ ഇന്റർഫേസ് ആയിരിക്കും. ആ ഇന്റർഫേസിൽ നമുക്ക് ഡിസ്പ്ലേ നെയിം കൊടുക്കാം, ഫസ്റ്റ് പേജിൽ തന്നെ വരും. ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാലേ, ഇപ്പൊ നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു രഞ്ജിത്ത് തനു ആ ഒരു കണ്ണൻ എന്നാണ് നിങ്ങളുടെ പേര് എന്നുണ്ടെങ്കിൽ ഇവിടെ അടിക്കുന്നവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ട് ഫസ്റ്റ് നെയിമില് രഞ്ജിത്ത്, മിഡിൽ നെയിമില് തനു, സർ നെയിമില് കണ്ണൻ എന്ന് കൊടുക്കും. എന്നിട്ട് ഡിസ്പ്ലേ നെയിമില് രഞ്ജിത്ത് തനു കണ്ണൻ എന്നായിരിക്കും വരിക. സോ അവര് നിങ്ങളുടെ ഡിസ്പ്ലേ നെയിം ആധാറായിട്ട് മാച്ച് ആക്കാൻ വേണ്ടി രഞ്ജിത്ത്
സ്പേസ് ടി സ്പേസ് കെ എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ പലരും എന്ത് ചെയ്യുന്നു വെച്ചാൽ രഞ്ജിത്ത് സ്പേസ് ടി കെ കൊടുക്കും. അപ്പൊ അത് ആധാറായിട്ട് മിസ്മാച്ച് ആവും. കാരണം ആധാറിൽ ഒരു സ്പേസോടെ വരുള്ളൂ. ആധാറിൽ ഇനീഷ്യൽ അലൗഡ് ആണ്, പാൻ കാർഡിൽ ഇനീഷ്യൽ അലൗഡ് അല്ലാത്ത കാര്യത്തിൽ അവർ ഡിസ്പ്ലേ നെയിമിലായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക. ചിലർ എന്തെന്ന് വെച്ചാലേ അവർക്ക് ഈ ലാസ്റ്റ് നെയിം സർ നെയിം കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ഒക്കെ എന്താ പറയാ, ജസ്റ്റ് ചെറിയ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിരാന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പൊ അവരെന്തെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് നെയിം സർ നെയിമിൽ ഇതിപ്പോ 3 അടുത്തടുത്താണല്ലോ. അപ്പൊ ശരി, ഓക്കെ എന്നാ രഞ്ജിത്ത് സർ നെയിമിൽ രഞ്ജിത്ത് കൊടുക്കും, ഫസ്റ്റ് നെയിമിൽ തനുന്ന് കൊടുക്കും, മിഡിൽ നെയിമിൽ കണ്ണെന്ന് കൊടുക്കും. എന്നിട്ട് അവര് ഡിസ്പ്ലേ നെയിമിൽ രഞ്ജിത്ത് ടി സ്പേസ് കെ എന്ന് കൊടുക്കും. ബേസിക്കലി പാൻ കാർഡ് അപ്രൂവ് ആവും. കാരണം നിങ്ങളുടെ പേര് രഞ്ജിത്ത് ടി കെ ആണല്ലോ അല്ലേ. പാൻ കാർഡിൽ നിങ്ങൾ അപ്രൂവ് ആവും. കാരണം ആധാർ ബേസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡിസ്പ്ലേ നെയിം ആയിട്ടായിരിക്കും മാച്ച് ആവുക. സോ ഉറപ്പായിട്ടും പാൻ കാർഡ് അപ്രൂവ് ആവും. പക്ഷെ നിങ്ങളുടെ ആക്ച്വൽ ഇവിടെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ തനു കണ്ണൻ രഞ്ജിത്തായി. തനു കണ്ണൻ രഞ്ജിത്ത് പറഞ്ഞാൽ ടി കെ രഞ്ജിത്ത്. മനസ്സിലായല്ലോ. സോ ആ ഒരു ഇഷ്യൂ ആണ് ഇവിടെ സംഭവിക്കുന്നത്. മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു ഇഷ്യൂ ആണ് സംഭവിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ ഡിസ്പ്ലേ നെയിമിൽ പേര് കറക്റ്റ് ആണ്, എന്റെ ആധാറിലും പേര് കറക്റ്റ് ആണ്, എന്നാലും മിസ്മാച്ച് ആവുന്നു എന്നുള്ളത് വരുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പൊ അച്ഛന്റെ പേര് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അച്ഛന്റെ പ്രൂഫായിട്ട് നമ്മൾ പാൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൂഫ് അച്ഛന്റെ പേര് കൊടുക്കുമല്ലോ. സോ ബേസിക്കലി ആ സമയത്ത് ഫാദർ നെയിം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൂഫ് ആവശ്യമില്ല. വെറും ആധാർ കാർഡ് വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ആധാർ കാർഡിൽ അച്ഛന്റെ പേര് ഉണ്ടാവില്ല. ഓക്കെ, വ്യക്തമായില്ലേ? സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കടക്കാരൻ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതാണ് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ അച്ഛന്റെ പേര്. അല്ലാതെ അത് നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛന്റെ പേര് നിങ്ങൾക്ക് എന്താണോ ഡിസ്പ്ലേയിൽ വരേണ്ടത് അത് ക്ലിയർ ആയിട്ട് കടക്കാരൻ നിങ്ങൾ തന്നെ എഴുതി കൊടുക്കുക. നിങ്ങൾ വെറുതെ അച്ഛന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോ കണ്ണൻ എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ KANA എന്ന് അടിച്ചു വെക്കും. മനസ്സിലായല്ലോ. അപ്പൊ അച്ഛന്റെ പേര് ഡിസ്പ്ലേയിൽ തെറ്റായിട്ട് വരും. പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ പോകുന്ന സമയത്ത് എന്താവും, ഈ കണ്ണൻ എന്ന് പറയുന്നതിന് പ്രോപ്പർ പ്രൂഫ് ചോദിക്കുന്നത്. അച്ഛന്റെ പേരിന് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. സ്കൂൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പാൻ കാർഡിൽ കൊടുത്ത പേരായിരിക്കില്ല നിങ്ങളുടെ പേര് സ്കൂൾ സർട്ടിഫിക്കറ്റില്, അല്ലെ? സോ പാൻ കാർഡ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് രഞ്ജിത്ത് ടി കെ എന്നാണ്, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഒരു രഞ്ജിത്തെ കാണും ചിലപ്പോൾ. അപ്പോൾ അത് മാച്ച് ആവില്ല. സോ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പേര് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നെയിമിൽ രഞ്ജിത്തും സർനെയിമിൽ, അതായത് നിങ്ങളുടെ ആധാർ കാർഡിലെയും പാൻ കാർഡിലെയും പേര് മാച്ച് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. സോ അത് പ്രോപ്പർ ആയിട്ട് രഞ്ജിത്ത് ടി കെ എന്നാണ് നിങ്ങളുടെ ആധാർ കാർഡിലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ രഞ്ജിത്ത്, മിഡിൽ നെയിമിൽ തനു, ലാസ്റ്റ് നെയിമിൽ കണ്ണൻ എന്ന് കൊടുത്ത് ഡിസ്പ്ലേ നെയിമിൽ രഞ്ജിത്ത് സ്പേസ് ടി സ്പേസ് കെ എന്ന് തന്നെ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇതേ കാര്യം തന്നെയാണ് ഇത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നിങ്ങളുടെ പേര് എന്ത് കാരണവശാലും നിങ്ങളുടെ പേര് സർട്ടിഫിക്കറ്റ്സിൽ മിസ്മാച്ച് ആണെന്ന് നിങ്ങൾ ഒരുപാട് ഡിലേ ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ ചെയ്യുക. സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വിട്ടേക്കുക. സ്കൂൾ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല. സോ നിങ്ങളെ പാസ്പോർട്ട് പ്രോപ്പർ ആണ്, ഫുൾ നെയിം ആണെന്ന് നിങ്ങൾ പാസ്പോർട്ടിലെ പേര് മാച്ച് ആണെങ്കിൽ എല്ലാം പാസ്പോർട്ടിനനുസരിച്ചാണ് മാച്ച് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ട്, ആധാർ, പാൻ കാർഡ് മൂന്നും. ഇപ്പൊ നിങ്ങൾക്ക് ഇനീഷ്യൽ മാത്രം മതി, നിങ്ങൾ കുഴപ്പമില്ല. പാസ്പോർട്ട് പ്രൂഫ് വെച്ചാലും പാസ്പോർട്ടിലെ എക്സ്പാൻഷൻ ആണ് നമ്മൾ കൊടുക്കുക. എക്സ്പാൻഷൻ നമുക്ക് ആധാർ കാർഡിൽ കൊടുക്കണമെന്നില്ല. എക്സ്പാൻഷൻ വേണം ആ ഷോർട്ട് ഫോം TK എന്നുള്ള കൊടുക്കാം. ഒരു കുഴപ്പമില്ല, എവിടെ ഒരു ഇഷ്യൂസ് വരില്ല. അപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ എല്ലാം ഡിജിറ്റൈസ് ആയതുകൊണ്ട് ഓൺലൈനിൽ ഏത് സർവീസ് കൊടുത്താലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരും. ആധാർ, പാന്, പാസ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആക്കാം. ഇപ്പോൾ അടുത്തൊരു ഇൻഫർമേഷൻ കാണിച്ചു തരാം. എന്റെ PF വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകളും എന്റെ ഇമെയിലിൽ ഒരുപാട് കമന്റുകളും ഇഷ്യൂസ് ഇപ്പോഴും വന്ന് കിടക്കണ്ട. ഒരുപാട് മാക്സിമം എല്ലാത്തിനും റിപ്ലൈ അയച്ചാലും എന്നെ കൊണ്ട് എത്രയും കാര്യങ്ങൾ നമുക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ചില സമയത്ത്. ഇതുപോലെ എല്ലാം പേര് ഇഷ്യൂസ് ആണ്. സോ ഇപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് വരുന്നതിന് മുന്നേ എടുത്ത ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ടിൽ ചിലപ്പോൾ പേര് തെറ്റായിരിക്കും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇതൊക്കെ എളുപ്പത്തിൽ മാറ്റാവുന്ന കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് പാൻ കാർഡോ ആധാർ കാർഡോ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പേര് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് മറ്റതെല്ലാം ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തതിനു ശേഷം PF-ലുള്ള KYC പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ആധാറും പാനും തമ്മിലുള്ള മിസ്മാച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, സോ incometax.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സോ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊന്ന് ലോഡായി വരും. ഓക്കെ, സോ ഇവിടെ ലോഡായി വന്നതിന് ശേഷം ഇവിടെ പാൻ നമ്പർ ചോദിക്കും. ഇവിടെ നിങ്ങളുടെ പാനിന്റെ നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ എനിക്കിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാൻ കാർഡ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. സോ നമ്മളിവിടെ പാൻ കാർഡ് നമ്പർ കൊടുത്ത ഉടനെ നമുക്ക് ഈ വാലിഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എനേബിൾഡ് ആവും. വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. പാൻ നമ്പർ വാലിഡേറ്റ് ആയാൽ കണ്ടിന്യൂ ചെയ്ത് അടുത്ത
സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ഒരു സിമ്പിൾ സ്റ്റെപ്സ് മാത്രമാണ്, ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ല. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ചെയ്യുക, അക്കൗണ്ട് സെക്യൂർ ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. സോ എന്തായാലും രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് ലോഗിൻ ആവും. ലോഗിൻ ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. സോ ലോഗിൻ ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് വരും. സോ ഇതിൽ നമുക്ക് മുകളിലായിട്ട് നമ്മളുടെ പേര് ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണിക്കും. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്പയർ വിത്ത് പാൻ ആൻഡ് ആധാർ എന്ന് പറഞ്ഞ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് നേരമായി ട്രൈ ചെയ്യുന്നു, പക്ഷേ ആധാർ സൈറ്റ് കംപ്ലീറ്റ് ഡൗൺ ആണ്. സോ എങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളത് അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യം കാണിക്കും, നിങ്ങളുടെ പ്രൊഫൈലും പാൻ കാർഡും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് മിസ്മാച്ച് ആണ് എന്ന്. മിസ്മാച്ച് ആണെങ്കിൽ അഡ്രസ്സ് മിസ്മാച്ച് ആണെങ്കിൽ കുഴപ്പമില്ല, പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്മാച്ച് ഉണ്ടെങ്കിൽ ശരിയാക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അതുകൂടി ഇതിന്റെ കൂടെ തന്നെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാൻ കാർഡിൽ റീസെന്റ് ചേഞ്ചസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്ഡേറ്റ് ഇൻ പാൻ ഡേറ്റാബേസ് കാണിക്കുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇൻ ആധാർ ഡേറ്റാബേസ്. അതങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പാൻ കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും നിങ്ങളുടെ ഈ ഇൻകം ഈ സൈറ്റിലെ പ്രൊഫൈലിലെ പേരും മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീസെറ്റ് ബട്ടൺ പോലെ ഒന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്താൽ രണ്ടും ഒരേപോലെ അപ്ഡേറ്റ് ആകും. ഓക്കെ, സോ ഇവിടെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ബ്ലർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ആസ് പെർ പ്രൊഫൈൽ, ആസ് പെർ പാൻ. സോ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടി കാണിക്കും. അവിടെ കമ്പയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിച്ചതില്ലേ, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആസ് പെർ ആധാർ എന്ന്. സോ ഇവിടെ നിങ്ങളുടെ പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേര് ഒരുപോലെയാണോ കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപോലെ അല്ല കൊടുത്തിരിക്കുന്നത്. പാനിലും ആധാറിലും ഡീറ്റെയിൽസ് മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ ശരി അതനുസരിച്ച് മറ്റേത് അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അറിയാം നിങ്ങളുടെ പാൻ ആധാർ മിസ്മാച്ച് ഉണ്ടോന്നുള്ളത്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ഇതിൽ ചെക്ക് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ അച്ഛന്റെ പേര് മാത്രമാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ പേര് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഫസ്റ്റ് നെയിം മാത്രമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലെല്ലാം ഉള്ളത് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ വന്നിട്ട് കണ്ണൻ എന്നാണ്, കണ്ണൻ രാജേന്ദ്രൻ എന്നാണ് അച്ഛന്റെ മുഴുവൻ പേര് എന്ന് വിചാരിക്കുക. അങ്ങനെ അച്ഛന്റെ പേര് കണ്ണൻ രാജേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സിലും കണ്ണൻ രാജേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ പാൻ കാർഡിൽ അതുപോലെ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പാസ്പോർട്ടിലോ ഒക്കെ അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് നെയിമിൽ രാജേന്ദ്രനും ഫസ്റ്റ് നെയിമിൽ കണ്ണനും വരണം. ഓക്കെ, സോ കണ്ണൻ എന്ന് പറയുന്നത് അച്ഛന്റെ ഫസ്റ്റ് നെയിം ആയിരിക്കും, രാജേന്ദ്രൻ എന്ന് പറയുന്നത് അച്ഛന്റെ ലാസ്റ്റ് നെയിം ആയിരിക്കും. സോ അപ്പോൾ മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് പാൻ കാർഡ് ഡിസ്പ്ലേയിലും ആ ഒരു പേര് വരുള്ളൂ. നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്തിന് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുക. ഈ പേരിന്റെ കാര്യമാണ് മെയിൻ ഇഷ്യൂസ്. ഇപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ആധാർ കാർഡില് പാൻ കാർഡില് ലിങ്ക് ആയി കഴിഞ്ഞാൽ എല്ലാവിധ ഓൺലൈൻ സർവീസസും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ പോകും. പാൻ ആധാർ ലിങ്ക് ആവും, ഒരു കുഴപ്പമില്ലാതെ. ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂസ് വരില്ല. ഇനി അങ്ങോട്ട് എന്താ പറയാ, എല്ലാം വന്നിട്ട് ഡിജിറ്റൈസ്ഡ് ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഇതുപോലെ വരാൻ പോകുന്നത് നമുക്ക് അറിയില്ല. സോ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ മുന്നേ നമ്മുടെ പേര് കാര്യങ്ങൾ ഇഷ്യൂസ് ക്ലിയർ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇഷ്യൂ ഞാൻ പറഞ്ഞ് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വേറെ ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. പേര് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, പേര് മാറ്റുന്നത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ എല്ലാവരുടെയും പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ, വോട്ടർ ID, പിന്നെ ബാങ്ക് അക്കൗണ്ട്. വോട്ടർ ID ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഫ്യൂച്ചറിൽ ചിലപ്പോൾ വോട്ടർ ID ഒക്കെ റിമൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പർ ആയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിൽ വരാൻ പോകുന്ന ഇഷ്യൂസ് ഒന്നും വരില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ അതേപോലെ ചിലവരുടെ പേരിൽ എന്താ വെച്ചാൽ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. സോ ചിലരുടെ പേരിലേ ഇനീഷ്യൽ ഫസ്റ്റ് വരും, എന്നിട്ട് പേര് വരും. ഇപ്പോൾ TK രഞ്ജിത്ത് എന്ന പേര് വരുന്ന സാഹചര്യം ഉണ്ട്. സോ ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാത്തിലും കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ബേസിക്കലി പേര് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് നെയിം പിന്നെ ലാസ്റ്റ് നെയിം ആയിരിക്കും വരിക. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് എല്ലാ സ്ഥലത്തും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചില ഡോക്യുമെന്റ്സിൽ TK രഞ്ജിത്ത് എന്നും ബാക്കി ചില ഡോക്യുമെന്റ്സിൽ രഞ്ജിത്ത് TK എന്നാണെന്നെങ്കിലും അത് പേര് സെയിം അല്ല, മിസ്മാച്ച് തന്നെയാണ്.
ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിജിറ്റൈസ്ഡ് ചെയ്യുന്ന സമയത്ത് ഇതൊരു മിസ്മാച്ച് തന്നെയാണ്, പേര് സെയിം അല്ല. കാരണം ടി കെ രഞ്ജിത്ത്, രഞ്ജിത്ത് ടി കെ എന്ന പേരുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഇനി ചിലരെ ഒരു കാര്യം കൂടി പറയാം, രഞ്ജിത്ത് ടി കെ, നിങ്ങൾ ഈ മേലെ കാണുന്ന രഞ്ജിത്ത് ടി കെയും താഴെ കാണുന്ന രഞ്ജിത്ത് ടി കെയും വ്യത്യാസമുണ്ട്, സെയിം അല്ല. അതുപോലെ തന്നെയാണ് ഡബിൾ സ്പേസ് വരുന്നാലും. സോ ഒരു സ്പേസ് മുതൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് വേണം പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. രഞ്ജിത്ത് ടി കെ എന്നുള്ളത് എല്ലാ ഒരു സർട്ടിഫിക്കറ്റിലും ഒരേപോലെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഫുൾ നെയിം തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ പാസ്പോർട്ട് മാത്രമാണ് ഫുൾ നെയിം ചോദിക്കുള്ളൂ. പാൻ കാർഡിന്റെ വെബ്സൈറ്റിൽ ഫുൾ നെയിം ചോദിക്കും. ഡിസ്പ്ലേ നെയിം വേണമെങ്കിൽ നമുക്ക് രഞ്ജിത്ത് ടി കെ തന്നെ കൊടുക്കാം, അല്ലാതെ രഞ്ജിത്ത് താണു കണ്ണൻ അങ്ങനെ ഫുൾ നെയിം ആയിട്ട് കൊടുക്കണമെന്ന് ആവശ്യമില്ല. ഓക്കെ, അപ്പോഴും മാച്ച് ആവും, ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ മാക്സിമം എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഇതേ ഡൗട്ടാണ് എനിക്ക് പാൻ കാർഡിന്റെ സൈറ്റിൽ, പാൻ കാർഡിന്റെ വീഡിയോസിലും ആധാർ കാർഡിന്റെ വീഡിയോസിലും ഒക്കെ നമുക്ക് കമന്റ് ആയിട്ടും ഇമെയിൽ ആയിട്ട് വരുന്നത്. സോ അതിന്റെ എല്ലാം ഏകദേശം പോയിന്റ്സ് ഞാൻ ഇവിടെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.